നമ്മൾ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് അറിയാമെന്ന് ചോദിച്ചാൽ, ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ അനന്തമായിട്ടുള്ള അവസ്ഥ നമ്മളിലുള്ളത് നമ്മൾ കാണുന്നത്. അപ്പം അതിനെന്ത് വേണം? നിരന്തരം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്ത് ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് സാധ്യമാകണുണ്ടാവും. ഏത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ, അത് താല്പര്യത്തോടെ ചവച്ചരച്ച് സാവധാനം കഴിക്കാനുള്ള ആ ഒരവസരം നമുക്കുണ്ടാവും. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ആ ഒരവസ്ഥ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പം ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു കൂട്ടായ്മയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. അല്ലാതെ എല്ലാവരും ഭയങ്കരമായ കൂട്ടായ്മയിലാണ്, എന്നിട്ട് അവനവൻ്റെ ശരീരവും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇല്ലാത്ത രോഗങ്ങളാണെങ്കിൽ എവിടെയാണ് നമുക്ക് ഈ ദൈവികമായിട്ടുള്ള അവസ്ഥ സാധ്യമാവുന്നത്? അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് സ്വപ്നലോകത്തല്ല, നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണ, അല്ലെങ്കിൽ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ അത് ചോദ്യം ചെയ്യരുത്, ഇത് പറയരുത്, അത് പറയാൻ പാടില്ല, എന്നിട്ട് മുന്നേ കിട്ടിയ അനുഭവങ്ങൾ ഉള്ളിൽ കയറിക്കൊണ്ട് നമ്മൾ ഒരുപാട് നമ്മുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസ്ഥയെ നമ്മൾ സപ്രസ് ചെയ്തിട്ട് ഓരോരുത്തരും ഡിപ്രഷനിൽ ജീവിക്കുന്നതല്ല ഒരു കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൈവികതയെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രം കൂടെയുള്ളവരുമായിട്ട് ജീവിച്ചാലേ ജീവിതമാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവരെയും കൊല്ലുകയാണ്, നിങ്ങളും നിരന്തരം ചത്തുകൊണ്ടിരിക്കുകയാണ്.